അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആദ്യഘട്ട പരീക്ഷയുടെ ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ PSC ഇപ്പം പുറത്തുവിട്ടിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീ പ്രകാരം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഡിലീഷൻ ആയത്, ചേഞ്ചസ് എത്ര ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ആറോളം ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയിട്ടുണ്ട്. PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ക്വസ്റ്റ്യൻസ് ചേഞ്ചും വന്നിട്ടുണ്ട്. ആദ്യഘട്ട പരീക്ഷയാണ്. ആദ്യഘട്ട പരീക്ഷയിൽ വരുന്ന ജില്ലകൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളിലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെയാണ് ആദ്യഘട്ടം പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരം ഏതൊക്കെയാണ് ഡിലീഷനും ചേഞ്ചസും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അത് ആദ്യം ഡിലീറ്റ് ആയ ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 1925 ജൂണിൽ അഴീക്കൽ തീരത്ത് 44 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് കത്തിയമർന്ന കപ്പൽ കൊളംബോയിൽ നിന്ന് മുംബൈയിലെ ഏത് തുറമുഖത്തേക്കാണ് യാത്ര തിരിച്ചത്? നമ്മൾ പറഞ്ഞിരുന്നു, ആൻസർ കീ ഡിസ്കസ് ചെയ്ത സമയത്തെ പറഞ്ഞിരുന്നു. ഇത് ക്വസ്റ്റ്യൻ 2025 പകരം 1925 വന്നതോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവുമെന്ന്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചേഞ്ച് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം എന്നൊരു ചോദ്യമുണ്ട്. ഇതിൻ്റെ ആൻസർ ഇപ്പം ചേഞ്ച് ആയിട്ട് ഓപ്ഷൻ ബി ആയിട്ടുണ്ട്. അതായത് ഉൾപ്പെടാത്ത രാജ്യത്തെ അഫ്ഗാനിസ്ഥാൻ മാത്രമാണ് ഉൾപ്പെടാത്തതായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യമാണ്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ചേഞ്ച് ആയിട്ടുണ്ട്. ബി 3 മാത്രം ശരി എന്നുള്ളത് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുക്കുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണെന്നുള്ള ചോദ്യമാണ്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഫൈനൽ ആൻസർ കീയിലോട്ട് വന്നപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വന്നത്. 11ൻ്റെ ആൻസർ ഓപ്ഷൻ സി 4 എന്നാണ്, അതായത് ഫഗ്ലിഹാർ അണക്കെട്ട് എന്നാണ് കേട്ടോ. അപ്പോൾ 11ൻ്റെ ആൻസർ ചേഞ്ചായി ഓപ്ഷൻ സി 4 എന്ന ആൻസറിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 13ാമത്തെ ചോദ്യം. നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ്? ഈ ഒരു ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീ പ്രകാരം 13ാമത്തെ ചോദ്യം ഡിലീറ്റ് ആയിട്ടുണ്ട്. നഷ്ടപരമായ നശീകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഇവരിൽ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ചോദ്യം ഡിലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത 26ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നവരിൽ ഏതാണ് എന്ന ചോദ്യമുണ്ട്. അത് ഫൈനൽ ആൻസർ കീ പ്രകാരം ഈ ചോദ്യവും ഡിലീറ്റ് ആയിട്ടുണ്ട്. PSC അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തത് സുരക്ഷായാനം ഏതിൻ്റെ മുദ്രാവാക്യമാണ് എന്നുള്ള 33ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീ പ്രകാരം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്തത് 37ാമത്തെ ചോദ്യം. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 37ാമത്തെ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അടുത്തത് 65ാമത്തെ ചോദ്യമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പിലാണ് ഉപഭോക്തൃ അവകാശങ്ങൾ നിർവചിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് 65ാമത്തെ ചോദ്യം. ഈ ഒരു ചോദ്യം PSC ഫൈനൽ ആൻസർ കീ പ്രകാരം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻസിലൂടെ പോവാം. അടുത്തത് ഒരു ക്വസ്റ്റ്യനോടെ ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് 83ാമത്തെ ചോദ്യമാണ്. മൈ മദർ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്ന് മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years എന്നാണ്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഹാഡ് ബീൻ ലീവിംഗ് എന്നാണ് ഇത് വന്നത്. അപ്പോൾ ഫൈനൽ ആൻസർ കീയിലോട്ട് വന്നപ്പം അത് ചേഞ്ച് ആയിട്ടുണ്ട്. ഓപ്ഷൻ സി ആയിട്ടുണ്ട്. ഹാസ് ബീൻ ലീവിംഗ് എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആദ്യഘട്ട ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷയിൽ 6 ഡിലീഷൻസും അതുപോലെ തന്നെ 3 ചേഞ്ചസുമാണ് വന്നിരിക്കുന്നത്. ഡിലീറ്റ് ചെയ്ത ചോദ്യങ്ങൾ 6ാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്ത ചോദ്യങ്ങൾ 6, 13, 26, 33, 37, 65 എന്നീ ചോദ്യങ്ങൾ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ചോദ്യങ്ങൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്. 8, 11, 83 എന്നീ ചോദ്യങ്ങൾ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആദ്യഘട്ട പരീക്ഷയിൽ അപ്പം 6 മാർക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 6 മാർക്ക് ഡിലീഷൻ വന്നിട്ടുണ്ട്. 6 മാർക്ക് ഡിലീഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര മാർക്കിനാണ് കൂട്ടുന്നത്? 94 മാർക്കിനായിരിക്കും ഇനി പരീക്ഷ നോക്കുന്നത്, ഈ ഒരു പരീക്ഷയിൽ. അപ്പം ഈ 94 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഫൈനൽ ആൻസർ കീ പ്രകാരം എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു മാർക്ക് ചെയ്ത PDF ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ
ഇടുന്നതാണ്. അപ്പോൾ ടെലഗ്രാം ചാനൽ ലിങ്ക് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തുതരാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഈ ഒരു PDF എടുക്കുക. എടുത്തിട്ട് ഇതിലെ മാർക്ക് നിങ്ങളൊന്ന് നോക്കുക. അപ്പം എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീ പ്രകാരം ലഭിച്ചിട്ടുള്ളത് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. അപ്പോൾ ഈ രേഖപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്ക് നിങ്ങൾക്കും അറിയാൻ സാധിക്കും എത്ര മാർക്ക് ഓഫ് റേഞ്ചിലായിരിക്കും ആവറേജ് സ്റ്റുഡൻസിനൊക്കെ എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നൊന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പം ഏതൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ ജില്ലക്കാരാണ്? തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളാണ് ആദ്യഘട്ട പരീക്ഷ എഴുതിയത് കേട്ടോ. അപ്പോൾ 94ലാണ് 6 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. 94ലാണ് ഇനി മുതൽ ഈ ഒരു പരീക്ഷ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം കട്ട് ഓഫ് ഇപ്പം ഇത്ര 6 മാർക്ക് കുറഞ്ഞുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറയും. അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് ഇറങ്ങുകയും ചെയ്യും. കാരണം 6 ക്വസ്റ്റ്യൻസാണ് ഡിലീഷനായി പോയിട്ടുള്ളത്. പിന്നെ 3 ക്വസ്റ്റ്യൻസ് ചേഞ്ച് ആയിട്ടുമുണ്ട്. അപ്പം മാർക്ക് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കുക എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്ന് നോക്കുക. ഇത് ജില്ലാ അടിസ്ഥാനത്തിലുള്ളൊരു പരീക്ഷയാണ്. LDC പോലെ തന്നെ ജില്ലാ അടിസ്ഥാനത്തിലുള്ളൊരു പരീക്ഷയായിരുന്നു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്നുള്ള പരീക്ഷ. അപ്പം നല്ല ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ നിയമനം നടക്കുന്നൊരു പരീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ടെലഗ്രാം ചാനലിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരും ടെലഗ്രാം ചാനലിലെ ലിങ്ക്. നിങ്ങൾ ടെലഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു PDF, അതായത് ഞാൻ ഈ ഫൈനൽ ആൻസർ കീ മാർക്ക് ചെയ്ത ഒരു PDF നിങ്ങൾ എടുക്കുക. എടുത്തിട്ട് നിങ്ങൾ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചതെന്നുള്ളത് കണക്ക് കൂട്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 94ൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കുക. അപ്പോൾ അത് വെച്ച് ബാക്കിയുള്ള കൂട്ടുകാരോടും ആ ഒരു അനാലിസിസ് പറയുമ്പം നിങ്ങൾ രേഖപ്പെടുത്തുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം എത്ര മാർക്കാണ്. എനിക്കിപ്പോൾ ഉദാഹരണം പറയണം, 72 മാർക്ക് 72 പത്തനംതിട്ട എന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്തേക്കണം. അല്ലെങ്കിൽ 72 കോട്ടയം. ഏത് ജില്ലയിലാണ് നിങ്ങൾ പരീക്ഷ എഴുതിയത്, എത്ര മാർക്കാണ് ലഭിച്ചതെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് ബാക്കിയുള്ള കൂട്ടുകാർക്കും നിങ്ങൾക്കും ഉപകാരപ്രദം ആവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഫൈനൽ ആൻസർ കീ വന്ന ഉടൻ തന്നെ നമ്മൾ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ അപ്ഡേറ്റ്സ് ഉടനെ തന്നെ എത്തിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ. അപ്പം മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എത്ര മാർക്കാണ് ലഭിച്ചതെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. 6 ഡിലീഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പരീക്ഷയിൽ. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ ഡിലീഷൻസിനെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. PDF ഡൗൺലോഡ് ചെയ്യുക. PDF നോക്കി എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൽ എത്ര മാർക്കാണ് രേഖപ്പെടുത്തുന്നതിനോടനുബന്ധിച്ച് തന്നെ ഏത് ജില്ലയിലാണ് പരീക്ഷ എഴുതിയതെന്നുള്ളത് രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ 2ാം ഘട്ട പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീയും അടുത്ത വരും ദിവസങ്ങളിൽ വരുന്നതാണ് കേട്ടോ. അപ്പം അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയാലേ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഇനി പരീക്ഷ എഴുതുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിക്കോട്ടെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടെ മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയുള്ള കറണ്ട് അഫെയർ ക്ലാസ്സസും നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ എത്രയാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.